പക്ഷെ അത് ഈ മൃഗത്തിന്റെ, അതായത് ആനയുടെ ആക്രമണമാണോ അല്ലെങ്കിൽ ഈ മനുഷ്യൻ ചെയ്തതാണോ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇപ്പോ എടുത്തെറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇപ്പൊ ആനയും ഒക്കെ എടുത്തെറിയും. പക്ഷെ ഈ പറഞ്ഞ പോലെ അതിന്റെ രീതികൾ വ്യത്യാസമുണ്ട്. മാത്രമല്ല, ആന ഒരു ആളെ ഇപ്പൊ ആക്രമിച്ചു കഴിഞ്ഞാല്, അവിടെ ആക്രമണം ആന തുടങ്ങിക്കഴിഞ്ഞാൽ കൊല്ലുന്ന രീതിയിൽ ആക്രമിക്കുകയാണെങ്കിൽ അവിടെ ഇട്ട് ചവിട്ടി ഇങ്ങനെ ആകെ ഡിസ്റ്റർബ്ഡ് ആക്കും ആ ഏരിയ. വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവും. മനുഷ്യൻ ഉണ്ടാക്കാനായിട്ട് അത് എളുപ്പത്തിൽ കഴിയില്ല. പക്ഷെ ആനയ്ക്ക് വളരെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും ആ ഏരിയ. നമ്മൾക്ക് അപ്പൊ ആ ഏരിയ സീൻ ഓഫ് ക്രൈം പോയി ഡയറക്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്താൽ മാത്രമാണ് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. മാത്രല്ല, ഇത്തരത്തിലുള്ള ഈ കല്ല്, പിന്നെ ഈ വാരിയല് ഇടിച്ചു കയറണമെന്നുണ്ടെങ്കിൽ, തുളഞ്ഞു കയറണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ഞെക്കി വാരിയൽ അകത്ത് കയറ്റുന്നതും ഇടിച്ച് അകത്ത് കയറ്റുന്നതും രണ്ടും തരത്തിലുള്ള കൺക്ലൂഷൻസ് ഒക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഒന്ന്, ഇടിച്ചകത്ത് കയറ്റുമ്പോൾ പുറത്ത് സ്കിന്നിന് വരുന്ന മാറ്റങ്ങളും, ഞെക്കി വാരിയൽ അകത്ത് അല്ല, ഇത് കയറുന്നതും എൻ്റെ ഒരു സംശയം, ഡോക്ടർ സന്ദീപ്. ഇപ്പോൾ ഇടതുവശത്ത് 7 വാരിയലുകളാണ് ഒടിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത്. അതിൽ തന്നെ 2 ശ്വാസകോശത്തിൽ കുത്തിക്കയറി. വലതുവശത്ത് 6 വാരിയലുകൾ ഒടിഞ്ഞു, ഒരെണ്ണം ശ്വാസകോശത്തിൽ കുത്തിക്കയറി. ഇതൊരു മനുഷ്യൻ ഇതിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ക്രൂരമായി ആക്രമിക്കപ്പെട്ടിരിക്കണം സീത? അല്ല, മനുഷ്യന് ചെയ്യാൻ കഴിയില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മനുഷ്യനൊക്കെ ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ അത് മൃഗങ്ങൾക്കും പറ്റും. പക്ഷെ അത് നമ്മൾ ഐഡന്റിഫൈ, ഇപ്പൊ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവർ കൃത്യമായിട്ട് അത്ര ആ ഇഞ്ചുറീസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണല്ലോ അവരൊരു നിഗമനത്തിൽ എത്തുക. നമ്മളെക്കാളും കൂടുതൽ അവർ നേരിട്ട് ആ ഇതിനെ കണ്ടു, അവർ എക്സാമിൻ ചെയ്തു, അനലൈസ് ചെയ്തു. അതിന്റെ വെളിച്ചത്തിൽ അവർ ഒരു കൺക്ലൂഷൻ പറയുന്നു. അപ്പോൾ അത് സാധ്യതകൾ ഈ മനുഷ്യൻ തന്നെ ചെയ്തതായിരിക്കാനാണ് സാധ്യത നിലനിൽക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ വലിയ, തീർച്ചയായും വളരെ വലിയൊരു വേദനയാണ് ആ സ്ത്രീ നേരിട്ടിരിക്കുന്നത്. അത് ഒരു പക്ഷേ ഈ കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ നിയന്ത്രണം ഇത് ഈ മനുഷ്യനില് ഉണ്ടായിട്ടുണ്ടായിരുന്നുവോ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നുവോ എന്നുള്ളതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നതല്ല, പൊതുവേ ഈ എന്താ പറയാ, നമ്മളുടെ ഈ കാടിനടുത്ത് താമസിക്കുന്ന സ്ഥലങ്ങള്, അല്ലെങ്കിൽ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള ഈ കഞ്ചാവും മദ്യവും മയക്കുമരുന്നൊക്കെ ധാരാളം ഒളിപ്പിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനുള്ള സാധ്യതകൾ ഏറെയുള്ള സ്ഥലങ്ങളാണ് ഈ നഗരങ്ങളെ കുറിച്ച് നമ്മൾ കമ്പയർ ചെയ്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും. അപ്പം അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഈ കഞ്ചാവൊക്കെ കഴിച്ച് ഒരു ക്രൂരകൃത്യം ചെയ്യുന്ന ഇതിന്റെ പ്രത്യേകത, കഞ്ചാവ് കഴിക്കുമ്പോ ഈ വ്യക്തികൾക്ക്, കൂടുതൽ പേർക്കും ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു ആക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ എക്സ്ട്രീം പോയിന്റിൽ നമ്മൾക്ക് എത്തിപ്പെടാനായിട്ട് ഉള്ള ആഗ്രഹമായിരിക്കും. ഈ പ്രത്യേകം അവർക്ക് യൂഫോറിയ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ മറ്റു റിയാലിറ്റിയിൽ നിന്ന് അവർ മാറി നിൽക്കും. അതിന്റെ എക്സ്ട്രീം പോയിന്റ് ആയിരിക്കും. ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവർ ആ ഒരു ലഹരിയിലാണെങ്കിൽ അതിന്റെ എക്സ്ട്രീം പോയിന്റിലായിരിക്കും. ഇപ്പോ ഒരു എന്താ പറയാ, ഒരു ക്രൈം ചെയ്യണമെങ്കിൽ തന്നെ അത് ഏതൊക്കെ രീതിയിൽ ഒരാളെ ഹീനമായിട്ടുള്ള രീതിയിൽ എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളത് രീതിയിലായിരിക്കും അവരുടെ ഒരു ഓപ്പറേഷൻ, മോഡ് ഓഫ് ഓപ്പറേഷൻ അതായിരിക്കും. ഈ കഞ്ചാവിന്റെ ഒക്കെ ലഹരിയിലാണെങ്കിൽ ക്രൂരമായിട്ടുള്ള മനസ്ഥിതി ഉള്ളവരെ ഒഴിവാക്കി നിർത്തിയിട്ട് സാധാരണക്കാർ പോലും ഈ കഞ്ചാവും മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാല് അവർ ചെയ്യുന്ന ഏത് പ്രവൃത്തിയായാലും, ഇപ്പൊ ഒരു ആഹ്ലാദിക്കുകയാണെങ്കിൽ ആഹ്ലാദത്തിന്റെ അങ്ങേയറ്റം എക്സ്ട്രീം ലെവലിൽ എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലായിരിക്കണം. എല്ലാത്തിന്റെ എക്സ്ട്രീം ലെവലായിരിക്കും ഇത്തരം ഈ ലഹരി മരുന്നുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുക. ചിലന് ഡ്യൂറേഷൻ കൂടും, ചിലന് ഡ്യൂറേഷൻ കുറയും. അങ്ങനെയാണ്. അപ്പൊ എന്റെ ഒരു നിഗമനം എന്ന് പറയുന്നത്, ഇത്തരം കാര്യങ്ങളില് വേണ്ടത്ര ശ്രദ്ധ ഇപ്പോഴും നമ്മുടെ ഭരണകൂടങ്ങളും ഒക്കെ പൊളിറ്റീഷ്യൻസും ഒക്കെ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇതിന്റെ വർദ്ധിച്ചു വരുന്ന ഉപയോഗവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ സാറ് പറഞ്ഞ പോലെ ഈ കഞ്ചാവും കള്ളൊക്കെ അടിച്ചു നിൽക്കുന്ന വ്യക്തികൾക്ക് ഇങ്ങനെ ഒരു ലാഭം കിട്ടുന്ന ഒരു പ്രക്രിയയൊക്കെ മനസ്സിൽ വരികയാണെങ്കിൽ, ഒരു 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 ക്രിമിനോളജിക്കൽ ഒരു മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഒരു തിയറി ഉണ്ട്. അതായത് നമുക്കിപ്പോ ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ശിക്ഷയേക്കാൾ ഗുണകരമാകുന്ന സന്തോഷം, കൂടുതലായിട്ടുള്ള സന്തോഷം, പണാവാം മറ്റെന്താവാം, സന്തോഷം ഈ ക്രൈം ചെയ്താൽ എനിക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ക്രൈം ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം എന്നുള്ള രീതിയിൽ വരെ ചിന്തിക്കുന്നതിന് ഇത്തരത്തിലുള്ള ലഹരി മരുന്നുകളൊക്കെ കാരണമാകും. റിയാലിറ്റിയിൽ നിന്ന് മാറി ചിന്തിക്കും. നമുക്കൊരു സന്തോഷം കിട്ടും നമ്മൾ ഈ കാര്യം ചെയ്തു കഴിഞ്ഞു.